ഹലോ ഗായ്സ്, ഇത് വിഷുവിൻ്റെ അന്നത്തെ വീഡിയോ ആണ്. ഞാനൊന്ന് ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്കതൊന്ന് ജസ്റ്റ് കണ്ടിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് ചിക്കനൊക്കെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, പിന്നെ കുരുമുളക് പൊടി, പിന്നെ അതിനകത്തേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, അതിൽ പച്ചമുളകും കൂടെ അരച്ച് ചേർത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് പുറകെ കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്ത് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ചില ആൾക്കാർ തൈരിന് പകരം പുളി ചേർക്കുന്നവരുണ്ട്, വാളംപുളി. ഇത് എങ്ങനെ ചേർത്താലും കുഴപ്പമില്ല, രണ്ടിനും ഒരേ എഫക്റ്റാണ് വരുന്നത്. ഇതിൽ തെറ്റും ശരിയൊന്നുമില്ല കേട്ടോ. അവരവരുടെ രീതിയാണ് ശരി. എനിക്ക് എൻ്റെ രീതിയാണ് ശരി, നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയായിരിക്കും ശരി. അപ്പം അതിൽ തെറ്റ് ശരിയൊന്നുമില്ല, ഇഷ്ടം പോലെ ചെയ്യാം, നമ്മളുടെ ടേസ്റ്റ് അല്ലേ. അപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് എടുത്ത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. കുറച്ച് കൂടുതൽ സമയം വെക്കുന്നതാണ് നല്ലത്. പക്ഷേ എനിക്ക് 10 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് 10 മിനിറ്റേ വെച്ചുള്ളൂ. അപ്പോൾ കുറച്ച് സമയം അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അതിനുശേഷം എണ്ണ ചൂടാക്കി അതിലേക്ക് മാരിനേറ്റ് ചെയ്യാനുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ ആദ്യമായൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒരു പകുതി മൂപ്പാകുമ്പോഴേക്കും അതിനകത്തേക്ക് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കുക. ആ മുന്തിരിങ്ങ കുമളയായിട്ട് പൊങ്ങി വരുന്നതാണ് എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. അത് മൂത്ത് കഴിയുമ്പോൾ അത് കോരി എടുക്കുന്നത് കുറച്ച് മൂപ്പ് കൂടിപ്പോയെന്ന് തോന്നുന്നു. സാരമില്ല, എനിക്കെല്ലാം അല്ലെങ്കിൽ ഇങ്ങനെ അബദ്ധങ്ങൾ വരാറുണ്ട്. കുഴപ്പമില്ലായിരുന്നു. അത് കോരിയെടുത്ത് അതിനകത്തേക്ക് തന്നെ ബിരിയാണി മാരിനേറ്റ് ചെയ്യാനുള്ള നാക്കൊക്കെ അങ്ങ് കുഴഞ്ഞു പോകും കേട്ടോ. മാരിനേറ്റ് ചെയ്യാനുള്ള ഉള്ളി ഇട്ട് അതിനകത്തേക്ക് 2-3 മണി പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഉള്ളി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ അതിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി അത് അവിടെ ഇരുന്ന് മുരിഞ്ഞ് വരട്ടെ. ഓക്കെ, അത് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കോരിയെടുക്കുക. അതും മൂത്ത് പോയെന്ന് തോന്നുന്നു, കാണുമ്പോൾ അങ്ങനെ തോന്നുന്നു, പക്ഷെ തിന്നപ്പോൾ കുഴപ്പമൊന്നും തോന്നിയില്ല കേട്ടോ. അതും കോരിയെടുക്കുന്നുണ്ട്. ഈ സെയിം എണ്ണയ്ക്കകത്തോട്ട് നമുക്ക് ചിക്കനും കൂടി ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ പിന്നെ എണ്ണ മാറ്റി കുറേ എണ്ണ വേസ്റ്റ് ചെയ്ത് കളയണ്ടല്ലോ. ഇതിനകത്തേക്ക് ഞാൻ ചിക്കൻ ഇട്ട് വെക്കുമ്പോൾ ഈ എണ്ണ വേസ്റ്റ് ആയി പോകത്തില്ല. അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ഉള്ളി, ചിക്കനും ഇതിലേക്ക് ഇട്ട് മാറ്റി കറി വെക്കുമ്പോഴും ഞാൻ ഇതേ എണ്ണയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് കറിക്ക് ഒന്നും കൂടെ ടേസ്റ്റ് കൂടും, പിന്നെ ആ എണ്ണ വേസ്റ്റ് ആയി പോകത്തില്ല. ഇങ്ങനെയുള്ള എൻ്റെ ഐഡിയ ഞാൻ വീഡിയോ കണ്ടതാണ് നേരത്തെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബിരിയാണി ഉണ്ടാക്കും കേട്ടോ. അത് അതിനകത്തേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ പൊരിയുന്നു, തക്കാളി, ഉള്ളി എല്ലാം ഇതാണ് കേട്ടോ. ഞാൻ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങയും ഉള്ളിയും കൊണ്ട് വറുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ സൈഡായിട്ട് ഞാൻ ഉള്ളി തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് എന്നെ കൈ മുറിഞ്ഞ് കാണിച്ചു തരുന്നതാണ്. 1.5 ഗ്ലാസ് അരിയാണ് കേട്ടോ ഞങ്ങൾക്ക് രാവിലെ ഉച്ചയ്ക്കും കഴിക്കാൻ ആവശ്യമുള്ളൂ. ഞങ്ങൾ 1.5 എന്നുള്ളത് 1.25, 2 അടുത്ത് എടുക്കും. കുറച്ച് ബാക്കി വന്നോട്ടെ എന്ന് ഓർത്തിട്ട് തികയാതെ പോകരുതല്ലോ. വിശപ്പ് കൂടിയാൽ ചിലപ്പം കൂടുതൽ കഴിക്കൂലേ, അതുകൊണ്ട്. അപ്പോൾ ഒരു 3-4 പ്രാവശ്യം കഴുകുന്നുണ്ട് കേട്ടോ. ബിരിയാണി ഉണ്ടാക്കുന്നത് മാത്രം കാണിച്ചൊരു രസം ഉണ്ടാവില്ല, സൈഡായിട്ട് കുറച്ചും കൂടെ കാണിക്കണ്ടേ. അപ്പോൾ അത് നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബിരിയാണി ഉണ്ടാക്കും കേട്ടോ. സൺഡേയിലൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് ബിരിയാണി ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് എനിക്കിതൊരു പുതിയ ഇതല്ല. കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാനിത് സ്റ്റാർട്ട് ചെയ്തത് ബിരിയാണി ഉണ്ടാക്കൽ. ഞാനും അവിടെ ഇവിടെയൊക്കെ നോക്കി പഠിച്ചതാണ് കേട്ടോ, പലരും പറഞ്ഞു തരുന്നതൊക്കെ നോക്കിയിട്ട്. പിന്നെ അരി കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. താഴെ പോയി എന്തിൻ്റെ സൂക്കേടായിരുന്നു. ആവശ്യത്തിന് കറുവപ്പട്ട, പിന്നെ തക്കോലോ എന്ന് പേരെന്ന് പറഞ്ഞുകൊണ്ടാണ്. പിന്നെ ഏലക്ക, കുറച്ച് പെരുംജീരകം, കുരുമുളക്, ഗ്രാമ്പു ഒക്കെ എടുത്തിട്ടുണ്ട്. എല്ലാ ആൾക്കാരും അത്രയൊന്നും എടുക്കാറില്ല, ആവശ്യമുണ്ടെന്ന് അറിയില്ല, ഞാനെല്ലാം എടുക്കും. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചു കേട്ടോ. അത് ഞാനത് ചെയ്യുന്നൊരു പ്രത്യേക രീതിയാണ്. വെള്ളം ആദ്യമേ ആവശ്യത്തിനുള്ളത് തിളപ്പിച്ച് മാറ്റി വെക്കും. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് എടുക്കാറില്ല, 1.5 ഗ്ലാസ്സൊക്കെ എടുക്കാറുള്ളൂ. അപ്പം കുക്കറിനകത്താണ് കേട്ടോ ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു കുക്കർ വെച്ച് അതിനകത്തേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ ചുറ്റിച്ചെടുക്കും, എല്ലാ ഭാഗത്തും എത്തിക്കുക. അങ്ങനെയുള്ള സമയത്ത് കുക്കറിൻ്റെ സൈഡ് മുട്ടി എൻ്റെ കൈ എല്ലാ പ്രാവശ്യവും പൊള്ളാറുണ്ട്, പക്ഷെ ഇന്ന് പൊള്ളിയില്ല. സക്സസ്. അപ്പോൾ അതവിടെ ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് ഗരം മസാലയുടെ സാധനങ്ങളൊക്കെ ഇല്ലേ, അത് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള മസാല അത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കും. കടുവറ. എന്നിട്ട് അതിന് ശേഷം ഞാൻ ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ ക്യാരറ്റ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കും. കടുവറ. ഞാനങ്ങനെ നീളത്തിൽ അരിഞ്ഞോട്ട് ഇട്ട് കൊടുക്കും കേട്ടോ. ചില ആൾക്കാർ ഗ്രേറ്റ് ചെയ്തെടുക്കും, ഞാൻ ഇങ്ങനെയാണ് അരിയുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ബിരിയാണിയുടെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കാണും. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടോ, ഇങ്ങനെയാണ് ഞാൻ അരിയുന്നത്. അത് നന്നായിട്ട് ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അത് തന്നെ വെന്തോളൂ. അരി വെമ്പഴേക്കും അതിൻ്റെ കൂടെ വെന്തോളൂ. ജസ്റ്റ് ഒന്ന് ഇളക്കുന്നു. അതിനകത്തേക്ക് എല്ലാവരും വെള്ളം ഒഴിക്കും, പക്ഷെ ഞാൻ അരിയിടും എൻ്റെ സ്വന്തമായ രീതി സ്വന്തമായി കണ്ടുകൊടുത്താണ് കേട്ടോ. അതിനകത്തേക്ക് അരിയിട്ടിട്ട് അത് നന്നായിട്ട് ഇളക്കി അതൊരു 3 മിനിറ്റ്സ് ഒക്കെ ഇളക്കി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. എന്നിട്ട് ആ തിളപ്പിച്ച് വെച്ച വെള്ളം ഇതിനകത്തേക്ക് ആഡ് ചെയ്യും. എല്ലാവരും നേരെ തിരിച്ചാണ് ചെയ്യുന്നത്, പക്ഷെ ഞാൻ എന്താ നടത്തില്ല, എല്ലാത്തിനും തലതിരിവ. അത് ആഡ് ചെയ്ത് അതിനകത്തേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പിട്ടു. പിന്നെ നാരങ്ങ ഒഴിക്കണം. എനിക്ക് നാരങ്ങ ഇച്ചിരി ഉണ്ടായിരുന്നു, അതൊഴിച്ചു. ഒരു നാരങ്ങ
നിങ്ങൾ ആവശ്യത്തിന് നാരങ്ങ ഒഴിക്കുക. അപ്പോൾ അത് ചോറ് അധികം ഒട്ടിയിരിക്കൂല. ഒട്ടിയിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഒരു വിസിൽ വന്ന് അതെടുത്ത് മാറ്റി തുറന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു വിസിലടിച്ചു. ബസ്മതി റൈസാണേ. അതിൻ്റെ വിസിൽ ഞാൻ പ്രഷർ കളഞ്ഞിട്ടാണ്. എയർ എന്നൊക്കെ പറയുമ്പോൾ തെറ്റിദ്ധരിക്കല്ലോ കേട്ടോ, വിവരക്കേടാ. അതവിടെ മാറ്റി വെച്ചു. റൈസ് റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ചിക്കൻ ഉണ്ടാക്കാൻ പോവാണ്. എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, കറിവേപ്പില ഇട്ടു, ഉള്ളി ഇട്ട് നന്നായിട്ട് കടുവറ ഒരു ക്യാപ്സിക്കം കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ക്യാപ്സിക്കം ഒന്നും ഇടേണ്ട കാര്യമില്ല, പക്ഷേ ഇവിടെ ക്യാപ്സിക്കം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ അതിനകത്ത് ഇട്ടതാണേ. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിടുക കേട്ടോ. അപ്പം പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. എൻ്റെ ചട്ടി കണ്ടിട്ട് ആരും എന്നെ പൊങ്കാല ഇടാൻ വരല്ലേ. ആ ചട്ടി ഞാൻ എത്ര തേച്ചാലും വെളുക്കാറില്ല. അത് അങ്ങനെ എൻ്റെ കളർ. ഇവിടുത്തെ ഒരു 1.5 കിലോ 2 കിലോ ഉണ്ട് ആ ചട്ടിയുടെ വെയിറ്റ്. അത് അങ്ങനത്തെ ഒരു ഇരുമ്പ് ചട്ടി പോലത്തെ ഒരു പ്രത്യേക ചട്ടിയാണ്. ഞാൻ കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് അത് ഉരയ്ക്കുന്നത്, പക്ഷെ അതിന്ന് വരെ വെളുത്തിട്ടില്ല. എൻ്റെ ചോറ് ഞാൻ കാണിച്ചാൽ ചോറ് കണ്ടില്ലേ, പാകത്തിന് വെന്ത് വന്നിട്ടുണ്ടേ. ഒരു വിസിലടിച്ച് ഫുൾ എയറും കളഞ്ഞതാണ്. ബസ്മതി ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണേ. അപ്പം അത് പാകത്തിന് വെന്ത് ഞാൻ ഫാനിൻ്റെ അടി കൊണ്ടുവച്ചു. ഇല്ലെങ്കിൽ കുക്കറിനകത്ത് ഇരുന്ന് കഴിയുമ്പം അതിൻ്റെ ചൂട് കൊണ്ട് അത് വെന്ത് പോകും. അതിനുശേഷം ഉള്ളിക്കകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ തക്കാളി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റുകയും. ഇഞ്ചി വെളുത്തുള്ളി ആദ്യമേ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലേ അത് അതിൻ്റെ അടിയിൽ പിടിക്കും. അതുകൊണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞ് പുറകെ ഇട്ട് കൊടുക്കുള്ളൂ കേട്ടോ. തക്കാളി ഇട്ട് നന്നായിട്ട് വഴറ്റി ഉണ്ണിക്കൂട്ടിന് അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് എന്നെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അതവിടെ വഴന്ന് വരുമ്പോഴേക്കും ഞാൻ സൈഡായിട്ട് സള്ളാസ് ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഉള്ളി അരിഞ്ഞു, മുളക്, ഇഞ്ചി, കറിവേപ്പില, ഈ സാധനങ്ങളൊക്കെ കുനുകുനാന്നെരിഞ്ഞിട്ടിട്ട് നന്നായിട്ട് ഉപ്പ് ഇട്ടിട്ട് കൈ കൊണ്ടിങ്ങനെ ഞെരടി എടുക്കും. അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ. ചില ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടില്ല, പക്ഷെ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ ആക്കുന്നത്. അത് നന്നായിട്ട് റെഡിയാക്കി പാത്രത്തിലിട്ട് മൂടി വെച്ചു. അപ്പം ആ സൈഡ് കഴിഞ്ഞ് പിന്നെ അത് നോക്കണ്ടല്ലോ. അതിനുശേഷം ഇതൊന്നും കൊണ്ട് വഴറ്റി ആവശ്യമുള്ള പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് ചിക്കൻ ഇട്ടിട്ട് മൂടി വെക്കണം. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ആ കിച്ചണൊന്ന് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട്. എനിക്ക് സ്ലാബ് ഇങ്ങനെ വൃത്തികേടായിട്ട് കിടക്കുന്നത് തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് ഒരു കുഴിയാക്കി കൊടുത്തിട്ടുണ്ട് നടുക്കോട്ടിടാൻ വേണ്ടിയിട്ടാണ്. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, കുറച്ച് കാശ്മീരി പൊടി, കുറച്ച് നോർമൽ എരിവുള്ള മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല, കുറച്ച് ചിക്കൻ മസാല. നമ്മുടെ ചേട്ടാക്ക് അധികം മസാലയോട് താല്പര്യമില്ല, അതുകൊണ്ട് കുറച്ച് മസാല ഇടാറുള്ളത്. എന്നിട്ട് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കും. പച്ചമുളക് അരിഞ്ഞിട്ടിട്ടില്ല കേട്ടോ, കാരണം പച്ചമുളക് ഞാൻ ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ കൂടി ഇട്ടിട്ട് അരച്ചായിരുന്നു. അതുകൊണ്ട് ഞാൻ പച്ചമുളക് ഇട്ടിട്ടില്ല. നന്നായിട്ടൊരു 2 മിനിറ്റ് പച്ചമണം മാറുന്ന വരെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് അതിനകത്തേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ തട്ടിയിട്ട് അതൊന്നും കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ പുറകെ. ചിക്കൻ വറക്കുമ്പോഴും ഉപ്പിടും, ഉള്ളി വഴറ്റാൻ വെക്കുമ്പോഴും ഉപ്പിടും. അപ്പോൾ അതുകൊണ്ട് ഇനി ഇടുന്നതൊക്കെ നോക്കിയും കണ്ടുമൊക്കെ വേണം. എനിക്കെപ്പോഴും കൂടാറേ ഉള്ളൂ, ഒരിക്കലും കുറയാറില്ല. പക്ഷെ ഇന്ന് പാകമായിരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് ഒരു പൊടിക്ക് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് തട്ടിപ്പൊത്തി മൂടി വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് എനിക്ക് പാത്രം ഉണ്ടായിരുന്നൊക്കെ കഴുകി വെക്കുക കേട്ടോ. സൈഡായിട്ട് പാത്രം കഴുകിയാൽ പണിയായി കഴിയും. ഇല്ലെങ്കിൽ ആ പാത്രം അവിടെ കിടക്കും, കുന്നുകൂടി കിടക്കും. അതുകൊണ്ട് ചിക്കൻ വേവാൻ വെച്ച ശേഷം ഞാൻ ആ പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്കുന്നുണ്ട്. ചുമ്മാ ഇത് കാണുമ്പോൾ ഒരു സന്തോഷം പാത്രം കഴുകുന്നത്. പക്ഷേ കുക്കിംഗ് എത്ര ചെയ്യാനും മടി വരുമല്ലോ. പക്ഷേ ഈ പാത്രം കഴുകുമ്പോൾ ഒരുപാട് കഴുകുമ്പോൾ മടുക്കുവേ. പാത്രം കഴുകാൻ എന്തുണ്ടാക്കിയാലും ഒരു ലോഡ് പാത്രം കഴുകാനുണ്ടാവും. പക്ഷെ എനിക്ക് പാത്രം കഴുകാൻ ഇഷ്ടമൊക്കെ കേട്ടോ. പാത്രം എല്ലാം കഴുകി വെക്കുന്നുണ്ട്. താഴെ എന്താണെന്ന് വെച്ചാൽ താഴെയാണ് കേട്ടോ ഇത് കമിഴ്ത്തി വെക്കുന്ന പാത്രം ഉള്ളത്. ഒരു ബേസിനകത്ത് ഞങ്ങൾ ഈ പാത്രം എല്ലാം കഴുകി കമിഴ്ത്തി വെക്കും. അപ്പം അത് ഉണങ്ങി കഴിയുമ്പോൾ എടുത്ത് സ്റ്റാൻഡിലേക്ക് വെക്കും. അതാണ് കേട്ടോ ഞാൻ കുനിഞ്ഞ് വെക്കുന്നത്. അപ്പോൾ അടുക്കള വൃത്തിയായില്ലേ, അല്ലെങ്കിൽ പാത്രം ഇങ്ങനെ കിടക്കാൻ ഭയങ്കര വൃത്തികേടാണ്. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞ് വെള്ളമൊക്കെ നന്നായിട്ട് തൂത്തിട്ടിട്ട് വൃത്തിയാക്കി. പിന്നെ എന്താണ് ഗൈസ് അടുത്തത് വരട്ടെ. അപ്പോൾ പറയാം, തുണിയൊക്കെ നന്നായിട്ട് തുടയ്ക്കുന്ന തുണിയാണേ. അതൊക്കെ നന്നായിട്ട് തൂത്തിട്ട് ചിലർക്കത് ഇഷ്ടപ്പെടില്ല കേട്ടോ ഇതിങ്ങനെ കാണുമ്പോഴേ. കാരണം വലിയ സെറ്റപ്പിലുള്ളവർക്ക് അത്ര ഇഷ്ടപ്പെടാൻ വരത്തില്ല. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അത് കുറച്ചും കൂടെ പിന്നെയും മൂടി വെച്ചോ. ഓക്കെ, ആ ചിക്കനകത്തുനിന്ന് ഞാൻ കുറച്ച് ചിക്കൻ എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് ആ ബിരിയാണി റൈസ് ഇല്ലേ, ആ റൈസ് കണ്ടോ, ക്യാരറ്റ് അതിൻ്റെ ഇടയിൽ കൂടെ കാണുന്നത് കണ്ടോ. എനിക്കത് വലിയ ഇഷ്ടമാണ്. ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ ഗ്രീൻ പീസും കൂടി ഇട്ട് കൊടുത്താൽ സൂപ്പറാണേ. അപ്പോൾ ചിക്കൻ്റെ മുകളിലേക്ക് കുറച്ച് ചോറിട്ടു, അതിന് മുകളിലേക്ക് ഈ കറുമുറു സാധനങ്ങളൊക്കെ ഇട്ടു, അതിന് മുകളിലേക്ക് വീണ്ടും ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഗ്യാപ്പിൽ ഉണ്ണിക്കുട്ടൻ വന്ന് കെട്ടിപ്പിടിച്ച് ഭയങ്കര സ്നേഹമാണ് കേട്ടോ. അപ്പോൾ സ്നേഹപ്രകടനമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ആ ബാഗ് ചിക്കനും കൂടി ഇട്ട് കൊടുത്തു. അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ചോറിട്ട് വീണ്ടും കറുമുറുമൊക്കെ ഇട്ട് കൊടുത്തു. അതായത് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, പിന്നെ ഉള്ളി, പിന്നെ മല്ലിയില, ഇത്രയും സാധനങ്ങൾ ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു കാര്യം കൂടി ഇതിൻ്റെ കുറേ ചെയ്യാറുണ്ട്. അത് ഞാൻ ഇപ്രാവശ്യം ചെയ്തപ്പോൾ താമസിച്ചു പോയി. കുറച്ച് വെള്ളം. ഞാൻ ഇങ്ങനത്തെ ആർട്ടിഫിഷ്യലായിട്ടൊന്നും ചേർക്കാറില്ല കേട്ടോ. എല്ലാം ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ
ചേർക്കാറുള്ളൂ. എക്സ്ട്രാ എന്താ സ്മെല്ലിന് വേണ്ടിയിട്ടോ കളറിന് വേണ്ടിയിട്ടോ ഒന്നും ആഡ് ചെയ്യാറില്ല. അപ്പം ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചാണ് എന്താണ് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്ത് അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കിയിട്ട് അത് ബിരിയാണിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ തളിക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഓരോ മഞ്ഞ കളർ കാണും. അതെനിക്കിഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ബിരിയാണി ഒരു 10 മിനിറ്റ് ഞാൻ മൂടി വെച്ചേ. ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് അല്ല ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ മൂടി വെച്ചു. ഇതിനകത്ത് മഞ്ഞൾപ്പൊടിയും ഇതും ആദ്യമേ നേരത്തെ കലക്കി ഒഴിക്കണമായിരുന്നു. ഞാനത് വിട്ടുപോയി. അതുകൊണ്ട് ഞാൻ രണ്ടാമത് വാങ്ങാനാണ് എപ്പോഴാണ് കലക്കി ഒഴിച്ചത്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. കാരണം അന്ന് ഗ്രേവി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഞാൻ എപ്പോഴും ചെയ്യാറുണ്ട്. ഇന്ന് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. പക്ഷെ ഞാൻ വെറുതെ ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് എന്താ അതെല്ലാം കോരി ഒരു കാസറോളിൻ്റെ അകത്തോട്ടാക്കുന്നുണ്ട്. അപ്പോൾ ചൂട് പോകാതിരിക്കുമല്ലോ. കാണുമ്പോൾ കൊതി വരുന്നു കേട്ടോ. തിന്നപ്പോൾ അത്രയും ഒന്നും തോന്നില്ല. വയറെന്ന് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ മടുക്കുമല്ലോ. ഇപ്പോൾ വിശന്നിരിക്കുമ്പോൾ കാണുമ്പോൾ കൊതി വരുന്നു. കുറച്ചും കൂടി കിട്ടിയിരുന്നെങ്കിലും. പക്ഷെ എനിക്ക് ഇത്രയും ഗ്രേവി വേണ്ടായിരുന്നു എന്ന് തോന്നി കേട്ടോ. കുറച്ച് ഗ്രേവി കൂടിപ്പോയ പോലെ തോന്നി. പക്ഷെ കുഴപ്പമൊന്നുമില്ല. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല. ബാക്കി ഉണ്ടായിരുന്ന കറുമുറ സാധനങ്ങളും കൂടെ അതിന് മുകളിലോട്ട് തട്ടിക്കൊടുത്തു. കഴിക്കുന്ന കുറച്ച് കഴിഞ്ഞിട്ടാണ്. എന്നാലും അത് രണ്ടാമത് ഞാനൊന്ന് എടുത്തതാണ് നിങ്ങളെ കാണിക്കാമല്ലോ എന്ന് വെച്ചിട്ട്. സലാസും എടുത്തിട്ടുണ്ട്, ബിരിയാണി എടുത്തിട്ടുണ്ട്. അവരൊക്കെ കഴിച്ച് എഴുന്നേറ്റ് പോയാൽ ഞാൻ കൊച്ചിന് കൊടുക്കാൻ പോയതായിരുന്നു ആ ഗ്യാപ്പിൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് കഴിക്കാൻ. എന്താ ടേസ്റ്റ്! ഓ ഗോഡ്, സൂപ്പർ! ഇറ്റ്സ് അമേസിങ്. സൂപ്പർ സൂപ്പർ സൂപ്പർ. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ഇന്ന് ഉണ്ടാക്കിയ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉണ്ടാക്കിയതിനേക്കാൾ കുറച്ചും കൂടി ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തു. അവരൊന്നും കുഴപ്പമൊന്നും പറഞ്ഞില്ല. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പറഞ്ഞായിരുന്നു. ഒരു കുഴപ്പം പറഞ്ഞില്ല. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് പേഴ്സണലി ഈ നീളമുള്ള റൈസ് ഇഷ്ടമാണ് കേട്ടോ. എന്താണെന്ന് അറിഞ്ഞോളൂ, എനിക്ക് ആ നീളമുള്ള റൈസ് ഭയങ്കര ഇഷ്ടം. അത് വെന്ത് പോയാലും പൊട്ടിപ്പോയാലും ഇത് റൈസ് മുറിഞ്ഞു പോയാലും എനിക്കിഷ്ടമല്ല. അപ്പോൾ ഓക്കെ, ബൈ ബൈ.